challenge that be our local superior with us today. I invite the sister for the special address. ബഹുമാനപ്പെട്ട മാനേജർ സിസ്റ്റർ ഹിന, പ്രിൻസിപ്പൽ സിസ്റ്റർ ലിൻഡ, PTA പ്രസിഡന്റ് ശ്രീ ബെന്നി, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അധ്യാപകരെ, പ്രിയ കുഞ്ഞുമക്കളെ, ഇന്ന് എല്ലാവരും വളരെ സന്തോഷത്തിലാണ് അല്ലേ? നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങളുടെ ഒരു മേളയാണിത്, ഉത്സവമാണിത്, അവരുടെ ആഘോഷമാണിത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ സന്തോഷത്തിൽ പങ്കെടുക്കാൻ നാം എല്ലാം ഇവിടെ വന്നു ചേർന്നിരിക്കുകയാണ്. വളരെയേറെ പ്രതീക്ഷയോടെയാണ് നാം ആയിരിക്കുന്നത്. ഈ ദിവസം കുട്ടികൾ അവരുടെ കലാവിരുന്ന് ഇവിടെ പ്രകടിപ്പിക്കുമ്പോൾ ഈ കഴിവുകൾ പ്രകടിപ്പിക്കുന്ന ഒരു ഷോക്കേസ് പ്ലാറ്റ്ഫോം അല്ല ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനുപരി നല്ല പരിശീലനത്തിൻ്റെയും നിതാന്തമായ പരിശ്രമത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും അതിലുപരി എപ്പോഴും തുടരെയുള്ള പ്രോത്സാഹനത്തിൻ്റെയും ഒരു നേർസാക്ഷ്യവും അടയാളവുമാണ് ഈ സ്റ്റേജിൽ അരങ്ങേറുന്നത്. അതായത് നമ്മുടെ ഫോക്കസ് കുട്ടികളാണ്. അവരുടെ കഴിവുകളേക്കാൾ ഉപരിയായി അവരുടെ സെൽഫ് എസ്റ്റീം, സെൽഫ് കോൺഫിഡൻസ് ഇതൊക്കെ പരിപോഷിപ്പിക്കുന്ന ഒരു ഇടമായിട്ട് നാം ഇതിനെ കാണുന്നു. കുട്ടികൾ കഴിക്കുമ്പോൾ നമുക്കറിയാം, മുതിർന്നവരായ നമ്മുടെയൊക്കെ പ്രതീക്ഷകൾക്കൊക്കെ അതിനൊത്ത് ഒക്കെ ചെയ്യാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. ചിലപ്പോൾ ചുവടുകൾ പഴിച്ചെന്ന് വരാം, തെറ്റിന്ന് വരാം. പക്ഷേ ആ അപൂർണതകളാണ് കുഞ്ഞുങ്ങളുടെ പൂർണ്ണത എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മളൊക്കെ ഇവരുടെ കളികളൊക്കെ ഇവിടെ വീക്ഷിക്കുമ്പോൾ ഓരോരുത്തരും എൻ്റെ കുഞ്ഞെവിടെ എന്നൊക്കെ ഏറ്റവും നോക്കുന്നത്. 80 കുട്ടികൾ ഈ സ്റ്റേജിൽ കയറുമ്പോൾ നമ്മുടെ കുഞ്ഞിനെ തിരിച്ചറിയാൻ ചിലപ്പോൾ നമുക്ക് പോലും സാധിച്ചെന്ന് വരില്ല. എങ്കിലും ഇവരുടെ ഈ കലാവിരുന്ന് അത് എത്ര ചെറുതാണെങ്കിലും എത്ര മനോഹരമാണെങ്കിലും അതിനെ പൂർണ്ണമായും ആസ്വദിക്കാനും പ്രോത്സാഹിപ്പിക്കാനും നമുക്ക് കഴിയുമ്പോൾ നാം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആത്മവിശ്വാസത്തെ വളർത്തിയെടുക്കുകയാണ്. ഈ സ്റ്റേജിൽ വന്ന് പറയാനും കളിക്കാനും ഇവർ കാണിക്കുന്ന ഒരു ധീരത, അവർ ആർജിച്ചെടുക്കുന്ന ഒരു ശേഷി, അത് വളരെ വലുതാണ്. നമ്മുടെ വീട്ടിലകത്ത് പലപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഇത്രയും കുട്ടികളെ ഈ സ്റ്റേജിൽ ഏകദേശം 390 കുട്ടികൾ ഈ സ്റ്റേജിൽ കയറിയിറങ്ങും പല വേഷവിധാനങ്ങളിൽ. ഇവരെ ഇങ്ങനെ അണിയിച്ചൊരുക്കാൻ ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ച അധ്യാപകരെ എത്ര പ്രശംസിച്ചാലും മതി വരില്ല. അത്രമാത്രം ശാരീരികമായും മാനസികമായും അലഞ്ഞാണ് ഇവർ ഈ കുട്ടികളെ പഠിപ്പിച്ചെടുത്തത്. അവരുടെ അധ്വാനത്തെ ഓർത്ത് നന്ദി പറയുകയാണ്. എല്ലാ അധ്യാപകരെയും അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ പരിശ്രമങ്ങളൊക്കെ വിജയത്തിലെത്തുന്നു എന്നത് അതിന് പ്രത്യേക തെളിവാണ്. ആദ്യത്തെ പെർഫോമൻസ് തന്നെ കുട്ടികൾ ഇവിടെ വന്ന് ആങ്കറിംഗ് നടത്തുന്നത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എത്രമാത്രം പരിശീലനം കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ വന്ന് മനോഹരമായ ഓരോ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ അധ്വാനിച്ച കരങ്ങളെ നിങ്ങൾ വിസ്മരിക്കരുത്. അവരെയും അഭിനന്ദിക്കാനും മക്കളോടൊപ്പം അവരെയും ആദരിക്കുവാനും നമുക്കൊക്കെ കഴിയണം. അതാണ് നമ്മുടെയൊക്കെ വിജയം. കുഞ്ഞുങ്ങൾ ഇവിടെ ഓരോ പരിപാടികൾ കഴിഞ്ഞ് ചിലപ്പോൾ കുറവുകളുണ്ടാകാം. നമ്മൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴും ഈ കുറവുകളെക്കുറിച്ച് ഒരിക്കലും കുട്ടികളെ സൂചിപ്പിക്കരുത്. മറിച്ച് മോളെ മോനെ നന്നായിരുന്നു എന്ന് പറയുക. കുഞ്ഞുങ്ങൾക്ക് ഒരു സദസ്സിനെ അഭിമുഖീകരിക്കാനുള്ള ആത്മവിശ്വാസം അതോടുകൂടി വളർന്നു വരും. അങ്ങനെ നമുക്ക് ശ്രദ്ധിക്കണം. ഒപ്പം ഇവിടെ ഇങ്ങനൊരു പ്രോഗ്രാം നടത്തുമ്പോൾ നമ്മളൊക്കെ സാമ്പത്തികമായിട്ടൊക്കെ കുട്ടികൾക്ക് വേണ്ടി പണമൊക്കെ ചിലവാക്കിയിട്ടുണ്ടാകാം. നമ്മൾ ചിലവാക്കിയതിൻ്റെ കണക്കിനേക്കാൾ അപ്പുറമായിട്ടാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള പരിശീലനം എന്ന് ഓർക്കണം. അപ്പോൾ ഒന്നിനും നമ്മൾ കണക്കുകളൊന്നും വെച്ചല്ല ഒരു കാര്യങ്ങളും കാണേണ്ടത്. മറിച്ച് എൻ്റെ കുഞ്ഞ് ഭാവിയിൽ വളർന്നു വലുതായി വലിയ കലാകാരിയാവുക എന്നതിനേക്കാൾ ഉപരി മനുഷ്യരെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കാനുള്ള ഒരു ശേഷി വളർത്തിയെടുക്കുന്നു എന്നതിൽ തന്നെ നമുക്ക് അഭിമാനിക്കാം. ഇങ്ങനെയുള്ള ഒരു മേള ഇവിടെ സംഘടിപ്പിച്ചതിന് പിന്നിൽ അധ്വാനിച്ച എല്ലാവർക്കും, പ്രത്യേകിച്ച് AT സെക്ഷൻ്റെ ചാർജായ സിസ്റ്റർ ടെസ്ലിനും സിസ്റ്റർ ആനന്ദിനും, എല്ലാ അധ്യാപകർക്കും അനധ്യാപകർക്കും ഹൈസ്കൂളിലെ എല്ലാവർക്കും
പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ ഈ ആഘോഷത്തിൻ്റെ ഈ ഉത്സവത്തിൻ്റെ എല്ലാ സന്തോഷവും നന്മയും മാതാപിതാക്കൾക്കും കുഞ്ഞുമക്കൾക്കും നേരുന്നു. എല്ലാവരെയും അഭിനന്ദിക്കുന്നു.